ദൈവത്തിന് മഹത്വം. ദൈവം അന്നും ഇന്നും എന്നും അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. കർത്താവിനാൽ പ്രയോജനപ്പെടുവാൻ, ഉണർവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഒരു തലമുറയെ അന്വേഷിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം അങ്ങനെയുള്ളവരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? പഴയ നിയമത്തിൽ നോഹ എന്ന് പറയുന്ന നീതിമാനായ വ്യക്തി ഉൾപ്പെടെ രാജാക്കന്മാരിൽ കൂടെയും ന്യായാധിപന്മാരിൽ കൂടെയും എസ്തേർ തുടങ്ങി രാജ്ഞികളിൽ കൂടെയും പ്രവാചകിമാരിൽ കൂടെയും ഒക്കെയും ദൈവം ഉണർവിനെ അയച്ചിട്ടുണ്ട്. പാപത്തിൽ കിടന്ന ജനത്തെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലത്തും ദൈവത്തിന്റെ മിഷൻ മാറിയിട്ടില്ല, ദൈവത്തിന്റെ സ്വപ്നം മാറിയിട്ടില്ല, കർത്താവിന്റെ സ്റ്റാൻഡേർഡുകൾക്ക് മാറ്റമില്ല. നിങ്ങൾ ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ ദൈവകൃപാ വരപ്രാപ്തരായി പാപത്തിൽ കിടക്കുന്ന ജനത്തെ തീയിൽ നിന്നും വലിച്ചൂരുവാൻ ദൈവം നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നു. കേവലം പാരമ്പര്യത്തിലോ ചട്ടക്കൂടുകളിലോ പെട്ടുപോകുവാനല്ല, മറിച്ച് അഗ്നിയുടെ നാളങ്ങളായി, ഉണർവിന്റെ വക്താക്കളായി, ഇരുട്ടിൽ തെളിയുന്ന നല്ല വെളിച്ചമായി യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ തയ്യാറാകുന്നുവോ? ആ വിളിക്ക് നിങ്ങൾ യെസ് പറയുമോ? ലോകത്തിന്റെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായി യേശു താങ്കളെ കണ്ടിട്ടുണ്ട്. Are you willing to go that extra mile to be God's revival carriers? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു റെയ്നാർഡ് ബോങ്കെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സ്മിത്ത് വിഗിൾസ്വർത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാത്രിൻ കൂൾമാനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വില്യം ബ്രാൻഹാമിനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, എന്തിന്? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പൗലോസിനെയും പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, 2025 അവസാന നാളുകളിൽ വന്നു നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തിന്റെ ദിവസങ്ങളാകട്ടെ. കർത്താവിനാൽ പ്രയോജനപ്പെടാം. ഭൂഖണ്ഡങ്ങൾ നമ്മുടെ മുമ്പിൽ കുമ്പിടും, രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വീഴും. ആമേൻ. പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ, അധികാരത്തോടെ ഉണർവിന്റെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നിങ്ങളും ഞാനും അതിനകത്ത് ഭാഗവാക്കുകളാകട്ടെ. God bless you. God use you. Revival in the mighty name of Jesus. Amen. Amen. Amen.